ഇന്നത്തെ കണക്കൊന്ന് പറഞ്ഞാട്ടെ. വീണ്ടും താമരശ്ശേരിക്ക് സമീപത്ത് ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ജ്യേഷ്ഠൻ അനുജന്റെ തലയ്ക്ക് വെട്ടിയെന്ന വാർത്ത വരികയാണ്. കേരളത്തിലെ പിള്ളേരുടെ സ്വഭാവമൊക്കെ മാറിപ്പോയി ഒരുപാട്. നീ പറഞ്ഞ സത്യം, ഇവന്മാരൊക്കെ ക്രിമിനൽ മൈൻഡടാ. പിള്ളേരിങ്ങനെ തുടങ്ങിയ എന്താ ചെയ്യാ? മനുഷ്യന് സമാധാനം നഷ്ടപ്പെട്ടു. ഇതിപ്പോ കോളേജ് പിള്ളേരൊക്കെ കൊട്ടേഷൻ പഠിക്കാൻ തുടങ്ങിയ കൊടുക്കട്ടെ. കോളേജ് പിള്ളേരല്ല, സ്കൂൾ പിള്ളേരാ. LP UP. കൊലപാതകത്തിൽ കുറഞ്ഞ യാതൊരു ബിസിനസ്സും ഇവിടെ ഇല്ല. അതെ, പുതിയ തലമുറ. നല്ല രണ്ടടി കൊടുക്കുക. നമുക്ക് തല്ലിയാണ് തീർക്കാന്നേ. നിങ്ങളൊരു ബസ്സിലാളർക്ക്, ഞാൻ ട്രെയിനിൽ ഇറക്കാൻ പറ്റുന്നോട്ടെ. എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ തോമസേ, നമുക്ക് നോക്കാം. ആ കാണാം. ചുമ്മാ പറഞ്ഞായിരിക്കുമല്ലേ? ചുമ്മാ പറഞ്ഞതാ. അയാൾ ചെയ്യുമെന്ന് പറഞ്ഞ ചെയ്തിരിക്കും. കുടുംബത്തെ കയറി വെട്ടിപ്പറിച്ചിട്ടിട്ട് പോകും. 10ാം ക്ലാസ് വിദ്യാർത്ഥി ഷഹബാസിന്റെ മരണം തുടർച്ചയായി ഞെട്ടിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ വീണ്ടും ഞെട്ടിച്ചു. 1.5 വർഷം മുമ്പ് പാലക്കാട് തൃത്താലയിൽ ഉറ്റ സുഹൃത്തുക്കളായ 2 പേരെ യുവാവ് കൊന്നു തള്ളിയത് ലഹരിപ്പുറത്തെ തർക്കത്തിനൊടുവിലായിരുന്നു. ചമലിൽ മയക്കുമരുന്ന് ലഹരിയിൽ ചേട്ടൻ അനുജന്റെ തലയ്ക്ക് വെട്ടിയ ഒരു സംഭവം കൂടി. അംബേദ്കർ കോളനിയിൽ താമസിക്കുന്ന അഭിനന്ദന്റെ തലയ്ക്ക് വെട്ടേറ്റിരിക്കുന്നു. എന്താ ജയ്സ ഇത്? എല്ലാ പ്രശ്നത്തിലും നീ ഉണ്ടല്ലോ. എന്നടാ പണിയിട്ടിരിക്കീங்க? മനുഷ്യന് വഴി കൂടെ നടക്കാൻ മേലുണ്ടായല്ലോ. കുടിക്കുക, തല്ലും പിടി ഉണ്ടാക്കുക. ആരാടാ നിന്നെ ഈ ദുശീലങ്ങളൊക്കെ പഠിപ്പിച്ചത്? ഇനി ഒരിക്കലും കേരളം ഭ്രാന്താലയമാണെന്ന് പറഞ്ഞ വിവേകാനന്ദനെ ഞാൻ വെല്ലുവിളിക്കുകയില്ല. ഒരു രക്ഷയുമില്ല ഇവിടെ. സ്ത്രീപീഡനം, കൊള്ള, കൊല, തട്ടിക്കൊണ്ടുപോകൽ. കേരളത്തിലെ യുവാക്കളുടെ ഞരമ്പുകളിലൂടെ ഒഴുകാൻ പോകുന്നത് കേട്ടുകേൾവി പോലുമില്ലാത്ത ലഹരി മരുന്നുകളായിരിക്കും. അക്കാലം അത്രയും പ്രവാസിയായി കഷ്ടപ്പെട്ട് നാട്ടിലെത്തി കൂലിപ്പണി ചെയ്ത് കുടുംബം പോറ്റുന്ന പിതാവിന് കുഞ്ഞനിയന്മാർക്ക് തണലാവേണ്ട ഒരു വീടിന്റെ പ്രതീക്ഷയാണ് ഒരു കൂട്ടം ക്രിമിനലുകൾ തലയോട്ടി തകർത്ത് ഇല്ലാതാക്കി കളഞ്ഞത്. പോയപ്പോ പാവപ്പെട്ടവും പോയി. ഇവനെ വല്ല മനസാക്ഷി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ആ കൊച്ചിന്റെ അവസ്ഥ ഒന്ന് കാണണം. പിന്നെ ഫഹദേ, ഞാനൊരു കാര്യം പറഞ്ഞു. ഷാബാസിനെ ഞാൻ കൊല്ലുന്നു. അത് ഞാൻ പറഞ്ഞു അവന്റെ കണ്ണൊന്ന് പോയോ കിട്ടോ? ഈ കണ്ണൊന്നും ഇല്ലോ. പ്ലാന്റ് മർഡറിന് ശിക്ഷ എന്താണെന്നറിയാമോ? തൂക്കിക്കൊല്ലുക. ഈ നാട്ടിലെ 90% കൂട്ടത്തലുകളും കൊലകളും പ്ലാന്റ് ആണ്. അതിലൊക്കെ പ്രതികളെ ശിക്ഷിക്കാൻ ഈ നാട്ടിലെ നിയമത്തിന് കഴിഞ്ഞിരുന്നുവെങ്കിൽ ഇവിടെ തൂക്കുമരങ്ങൾ തികയില്ലായിരുന്നു. ഈ കേരളത്തിന്റെ ശ്വാസവായുവിൽ ആഞ്ഞുവരക്കുന്ന മനുഷ്യച്ചോരയുടെ തീവ്ര ഗന്ധം, കേട്ടാൽ മരച്ചുപോകുന്ന ബ്രൂട്ടൽ ക്രൈമുകൾ, കഴുത്തറക്കലുകൾ, ഈ നാടിന് പറ്റുന്നത് എന്താണ് എന്നാർക്കെങ്കിലും അറിയുമോ? ഈ കുരുക്കിന്ന് നീ രക്ഷപ്പെടുമെന്ന് തോന്നുന്നുണ്ടോ? രക്ഷപ്പെടും സാർ. ഈ നാട്ടിലെ നിയമങ്ങളുണ്ടല്ലോ, അത് വെറും ഓട്ടക്കലമാണ്. നീതി ചോർന്നു പോകാൻ പഴുതുകളിട്ടിരിക്കുന്ന ഓട്ടക്കലം. സീരിയലും ചലച്ചിത്രങ്ങളും ഉളവാക്കുന്ന ദുസ്വാധീനങ്ങൾ വളരെ വലുതാണ്. ഇതൊക്കെ എന്റെ തലയിലാവൂലോ. അതെങ്ങനെ നിന്റെ തലയിലാവണം? പിന്നെ നീ കയറിയേക്കോ? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉള്ളൂ. പോലീസിന്റെ ഒരു റിപ്പോർട്ടിൽ തന്നെ പറഞ്ഞു, ആ എടാ മോനെ എന്ന് വിളിക്കുന്നൊരു രംഗമില്ലേ സിനിമയിലെ? അത് കണ്ടിട്ട് കുട്ടികള് ഇവിടെയുള്ള ചില റൗഡി ഗ്യാങ് തലവന്മാരോട് കൂടെ പോയി എന്ന് പറയുന്ന ഒരു പോലീസ് റിപ്പോർട്ട് ഞാൻ കണ്ടിരിക്കുന്നു. എടാ മണ്ടന്മാരെ, നീയൊക്കെ പരസ്പരം അടിച്ച് ചത്തോ? മുടിഞ്ഞു പണ്ടാറടങ്ങി കുത്തുപാറ എടുത്തു പോട്ടെ. നായിന്റെ മോൻ നശിച്ച് നാറാണക്കല്ലെടുക്കും. നീ ആലാല സോറി പോടാ നായേ. മോളെ, ഇവൻ നല്ല ചെറുക്കനാ. ഇത് ദൈവത്തിന്റെ സ്വന്തം നാടല്ല, സ്വർഗത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട മാലാഖയുടെ നാടാണ്. ഗോവർദ്ധന്റെ ഭാഷയിൽ പറഞ്ഞാൽ ലൂസിഫറിന്റെ സ്വന്തം നാട്.